76 വർഷങ്ങൾക്കപ്പുറമുള്ള 1948 ജനുവരി 30 ഡൽഹിയിലെ തണുത്തൊരു വൈകുന്നേരം. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വ ഭീകരന്റെ കൈത്തോക്കിൽ നിന്നുതിർന്ന 3 ബുള്ളറ്റുകൾ ഇടതു നെഞ്ചിലേറ്റുവാങ്ങി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. വർഷാവർഷം കടന്നുവരുന്ന ഓരോ ജനുവരി 30 രക്തസാക്ഷി ദിനങ്ങളും ഗാന്ധി മരിച്ചത് ഓട്ടോ ഇടിച്ചല്ലെന്നും ഈ രാജ്യത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ കൂടിയാലോചിച്ച് കൊന്നുകളഞ്ഞതാണെന്നുമുള്ള ഓർമ്മ കൂടിയാണ്. രാഷ്ട്രശില്പികളായ നെഹ്റുവും അംബേദ്കറും ഒക്കെയായി താരതമ്യം ചെയ്താൽ എക്കാലവും ഹൈന്ദവതയോട് ചേർന്ന് നടന്ന വ്യക്തിയായിരുന്നു ഗാന്ധി എന്ന് നമുക്ക് കാണാം. രാമമന്ത്രങ്ങൾ ഉരുവിട്ടിരുന്ന, ഇന്ത്യയിൽ രാമരാജ്യം വരണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഗാന്ധിയെ എന്തിനാണ് സംഘപരിവാർ തെരുവിൽ വെടിവെച്ച് കൊന്നത്? ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വ സംഘടന രൂപം കൊള്ളുന്നത് 1925 നാഗ്പൂരിൽ കേശവ് ബലിറാം ഹെഡ്ഗവാർ രൂപം നൽകിയ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന RSS. കുട്ടിക്കാലത്ത് വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽപ്പെട്ടുഴലുന്ന മാതൃരാജ്യത്തിന്റെ അവസ്ഥ കണ്ട് ചങ്ക് പൊട്ടിയാണ് ഹെഡ്ഗവറിന്റെ ഉള്ളിൽ RSS രൂപീകരിക്കാനുള്ള ചിന്തയുദിക്കുന്നതെന്ന് RSSുകാർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലായിരുന്ന കാലത്ത് രൂപം കൊണ്ട RSS സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ നിന്നടക്കം കൃത്യമായ അകലം പാലിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രാജ്യം സ്വതന്ത്രലബ്ധിയോടടുക്കുന്ന കാലം. ഇന്ത്യൻ മണ്ണ് വർഗീയ കലാപങ്ങളാൽ സമ്പന്നമായിരുന്നു. അക്കാലം വരെ നിരവധി നാട്ടുരാജ്യങ്ങളായി നിന്നിരുന്ന പ്രദേശം ഒരു രാജ്യമായി രൂപീകരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ഉദിച്ചു നിന്നു. രാജ്യത്തെ ഹിന്ദു മുസ്ലിം വാദികൾ മതാടിസ്ഥാനത്തിലുള്ള ദ്വിരാഷ്ട്രവാദത്തിന് പുറകിലായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വതന്ത്ര ഭരണം ആവശ്യപ്പെട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ അത് കാണാവുന്നതുമാണ്. ഒടുവിൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്ന പേരിൽ മുസ്ലിം രാജ്യം പിടിച്ചു വാങ്ങി പോകുമ്പോൾ രാജ്യത്തെ ഹിന്ദുത്വവാദികളുടെ മനസ്സും സന്തോഷത്തിലായിരുന്നു. ഹിന്ദുരാജ്യം രൂപീകരിക്കാമെന്നുള്ളതായിരുന്നു അതിന് കാരണം. എന്നാൽ അല്പായുസ് മാത്രമുള്ള ആ സന്തോഷത്തിൻ്റെ അന്തകൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഹിന്ദുമത വിശ്വാസിയായിരുന്നു. സകല മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന മതേതര രാജ്യമായിരിക്കണം ഇന്ത്യ എന്ന ആശയവും അത് നടപ്പിലാക്കാൻ ഗാന്ധി കൈക്കൊണ്ട നിലപാടുകളും അന്നേ ഹിന്ദുത്വയുടെ കണ്ണിലെ കരടായിരുന്നു. അതുതന്നെയാണ് ഗാന്ധിവധത്തിലേക്ക് അവരെ നയിച്ച കാരണവും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചിപ്വൻ ബ്രാഹ്മണനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിവധത്തിലേക്ക് എത്തിയ കഥകളൊക്കെ നമുക്ക് പരിചിതമാണ്. ഇന്ന് സംഘപരിവാർ ദേശീയവാദിയായി ഉയർത്തിക്കാണിക്കുന്ന സവർക്കർ അടക്കം ഗാന്ധിവധത്തിൽ കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ നിന്നിരുന്നു എന്നത് വെറും ചരിത്രം മാത്രമല്ല, ഹിന്ദു രാഷ്ട്രമെന്ന സംഘപരിവാറിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം. അതിനെതിരെ നിവർന്നു നിന്ന് ഈ മണ്ണിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന ഗാന്ധിയുടെ നിലപാടിനുള്ള മറുപടിയായിരുന്നു ഗോഡ്സെയുടെ തോക്കിൻ കുഴലിലൂടെ അവരന്ന് നൽകിയത്. പ്രോസിക്യൂഷന് തെളിവ് നൽകാനായില്ലെന്നത് കൊണ്ട് മാത്രം അന്ന് മാപ്പെഴുതി കൊടുക്കേണ്ടി വരാതെ രക്ഷപ്പെട്ട സവർക്കറെ വീരനായകനാക്കി അവതരിപ്പിക്കുന്ന, ഗോഡ്സെ ജയന്തി ആഘോഷിക്കുന്ന, ഗാന്ധിയുടെ ജീവനെടുത്ത ഹിന്ദുരാഷ്ട്രവാദം എന്ന ആശയം ഇന്നും പറയുന്ന, ഗാന്ധിവധം പുനഃസൃഷ്ടിച്ച് ആഘോഷിക്കുന്ന പാർലമെന്റേറിയന്മാർ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി അടക്കം നമുക്ക് ചുറ്റും ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അഹിംസയുടെ ആശയം ലോകത്തിന് പകർന്നുകൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ തെരുവിലിട്ട് വെടിവെച്ച് കൊന്നതാണെന്ന ഓർമ്മകൾ ഇക്കാലത്തും എക്കാലത്തും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്.